വടകരയ്ക്കടുത്ത് മാക്കൂൽ പീടിക എന്ന സ്ഥലത്താണ് ശങ്കരേട്ടന്റെ ഹോട്ടൽ. ശങ്കരേട്ടനും അദ്ദേഹത്തിന്റെ ഹോട്ടലും മറ്റുള്ളവരിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു. അവിടെ നിന്ന് ആഹാരം കഴിച്ച് കാശ് എത്രയായി എന്ന് ചോദിച്ചാൽ ആരായാലും ഞെട്ടിപ്പോകും. വടകര മാക്കൂൽ പീടികയിൽ ചെന്നാൽ ശങ്കരേട്ടന്റെ ചെറിയ കട കാണാം. ഷിജി ഹോട്ടൽ ആൻഡ് ടീ സ്റ്റാൾ. ഇതുപോലെ ആയിരക്കണക്കിന് കടകൾ കേരളത്തിലില്ലേ? ശങ്കരേട്ടന്റെ കടയ്ക്ക് എന്താ കൊമ്പുണ്ടെന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്. ഉണ്ട്. ശങ്കരേട്ടന്റെ കടയിൽ കയറി ഒരു ഊണോ ചായയോ കഴിച്ചാൽ അറിയാം ആ കൊമ്പിന്റെ രഹസ്യം. 25,500 ഇതാണ് ശങ്കരേട്ടന്റെ രീതി. കഴിച്ച ഭക്ഷണത്തിന്റെ വില പറഞ്ഞ് ആളെ ഞെട്ടിക്കും. അയലക്ക് 4,000, മത്തി 2,000, പിന്നെ കണ്ണിക്ക് 5,000, 6,000, പിന്നെ ചെമ്മീൻ 5,000. ഇതൊക്കെ എന്താണ് 3,000 എന്ന് പറഞ്ഞാൽ 30 റുപ്യ. എത്ര പൈസ എന്നല്ലേ ചോദിക്കുന്നത്? എത്ര റുപ്യ ചോദിക്കില്ല പൈസ കണക്ക്. ഇത് 34 കൊല്ലമായി കണക്ക്. ഇന്ന് കുറഞ്ഞില്ല. അതാണ് പറഞ്ഞത്. നമ്മളെ 5,600 100 തന്നു. ശങ്കരേട്ടന്റെ പൈസ കണക്ക് കേട്ട് വരേണ്ടവർ ഒന്നും രണ്ടുമല്ല ഈ നാട്ടിൽ. പണ്ട് ഫസ്റ്റ് തന്നെ ഭക്ഷണം കഴിക്കുന്നേരം ചോറും അതായത് കഴിച്ചപ്പോൾ പറഞ്ഞ് 50,000 പറഞ്ഞു. അപ്പം പെട്ടെന്ന് എവിടെയില്ല. പിന്നെ മനസ്സിലായി അന്ന് പെട്ടെന്ന് ഇയാൾ 14,000 രൂപ ഞാൻ എന്താ ഞെട്ടിപ്പോയി. അപ്പോൾ എന്താ കിട്ടിയാണ് പോയിക്കുന്നത്. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഈ പൈസ കണക്കിൽ തീരുന്നതല്ല ശങ്കരേട്ടന്റെ കടയുടെ വിശേഷങ്ങൾ. ചെറിയൊരു കട. കഷ്ടിച്ച് 15 പേർക്ക് ഇരുന്ന് ഊണ് കഴിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടും ഓരോ ദിവസം ചെല്ലുന്തോറും ഇവിടെ ആളുകളുടെ തിരക്ക് കൂടി വരുന്നു. അതിന്റെ രഹസ്യം അറിയണ്ടേ? കുറഞ്ഞത് 25 ഇനം മീൻ ഫ്രൈകളെങ്കിലും ഓരോ ദിവസവും ശങ്കരേട്ടന്റെ അടുക്കളയിൽ ഒരുങ്ങുന്നുണ്ട്. നാടൻ കക്കുതൊട്ട് നെയ്മീൻ ഫ്രൈ വരെ. ഇതിൽ പുഴമീനുകളും കടൽ മത്സ്യങ്ങളുമുണ്ട്. നഗരത്തിലെ വമ്പൻ ഹോട്ടലുകളോട് കിടപിടിക്കും ശങ്കരേട്ടന്റെ മെനു കാർഡ്. ഇന്ന് തലക്കറി തീർന്ന്, ഞണ്ട് തീർന്ന്, കിണർ തീർന്ന്, അല്ല രാവിലെ കപ്പക്ക്, പൊറാട്ടക്ക്, പൂരിക്ക് കുറെ പോകും. എന്താ ഈ കച്ചവടത്തിന് കുറച്ച് നിൽക്കുന്ന ഇത് വേറൊരു ജോലി ചെയ്യാൻ ആരോഗ്യം പോരാലോ. എന്നാ പല സ്ഥലത്തുനിന്നും വന്ന് വിളിച്ചേക്ക് ഹോട്ടലിൽ നടന്നു കളിച്ചാൽ മതി ശമ്പളം തരാൻ. ഞാൻ അതിന് പോയിക്കില്ല. പൊടിക്കൈ കൊണ്ടാണ് ആളുകൾ വരുന്നത്. ഇനി ശങ്കരേട്ടന്റെ ഉപഭോക്താക്കളെ കാണാം. ചിലർ മെർസിഡസ് ബെൻസ് കാറിലെത്തുന്നു. മറ്റു ചിലർ ഓഡിയിലും, ചിലർ BMW-യിലും. 30-50 കിലോമീറ്റർ താണ്ടിയാണ് പലരുടെയും വരവ്. പുതി തന്നെ കാരണം. എത്തുമ്പോൾ കാണാം ശങ്കരേട്ടന്റെ കണ്ണാടിക്കൂട്ടിൽ മീൻ ഫ്രൈകളുടെ ഒരു സമ്മേളനം പോലെ. ഇവിടെ നല്ല ഭക്ഷണം കഴിക്കും. മീനും നല്ല ഞങ്ങൾക്ക് മീൻ്റെ ശങ്കരേട്ടന് തന്റെ കടയിലെത്തുന്നവരെല്ലാം വേണ്ടപ്പെട്ടവരാണ്. കണക്ക് കൂട്ടി തലപുകച്ചല്ല, കടയിലെത്തുന്നവരോട് ചിരിച്ചും വിശേഷം ചോദിച്ചുമാണ് ശങ്കരേട്ടൻ സമയം നീക്കുന്നത്. രൂപ കണക്ക് പറയുന്നതിന് പകരം 5,000, 10,000 എന്നൊക്കെ കേട്ട് ആദ്യം ഞെട്ടിയവർ ഇപ്പോൾ ശങ്കരേട്ടന്റെ പൈസ കണക്ക് കേട്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. വേറിട്ടൊരു കട, വേറിട്ടൊരു ശങ്കരേട്ടൻ. അവിടെ നിറയെ മീൻ വിഭവങ്ങൾ. കഴിച്ചിറങ്ങുമ്പോൾ വേറിട്ടൊരു കണക്കും. മത്തി 2,000, അയില 4,000, 4 10 26,400.